ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലാണ്. വളരെ ലേറ്റായിട്ടാണ് റിവ്യൂ വന്നിരിക്കുന്നത്. എല്ലാവരും കാണണം. അപ്പോൾ അങ്ങനെ സാധാരണ ഒരു തടവ് പുള്ളിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ മാത്രമേ സുസ്മിതയ്ക്കും കിട്ടാൻ പാടുള്ളൂ. അവൾ കോടതിയെ വരെ കബളിപ്പിച്ചു, നമ്മളെ വരെ എത്ര വിദഗ്ധമായിട്ടാണ് കബളിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രാഘവൻ നായർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ചിന്തിക്കേണ്ടത്. ഒരു സാധാരണ തടവ് പുള്ളിക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തി പോലും അവൾക്ക് കിട്ടാൻ പാടില്ല. അതിന് നീ എന്തെങ്കിലും ചെയ്യണം, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം ഭാമ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. തുടർന്ന് മിനിസ്റ്റർക്കൊന്ന് ഫോൺ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. അന്നേരം മിനിസ്റ്ററെ ഫോൺ ചെയ്ത് സുസ്മിതയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കിട്ടരുത് എന്നുള്ള രീതിയാണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. ഇതേസമയം സുസ്മിതയും കൊണ്ട് ചന്ദ്രബോസ് ജയിലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വന്ന് ഇറങ്ങുമ്പോൾ ആ വിലം കഴിക്കുകയാണ്. അന്നേരം അവളുടെ മുമ്പിൽ വെച്ച് എന്നെ വിലങ്ങ് അണിയിക്കേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ അത് പിന്നെ നീ എങ്ങനെ തറച്ചക്രം പോലെ ചീറ്റി നിൽക്കുകയല്ലായിരുന്നോ, എന്ത് ചെയ്യുന്നു എന്ന് മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ തുടർന്ന് വിലങ്ങൊക്കെ കഴിച്ചിട്ട് ഇത് നിന്റെ സാമ്രാജ്യമാക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസിന് ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ മാറ്റി നിർത്തി സുസ്മിത സംസാരിക്കുകയാണ്. നമ്മളൊരു കുറ്റകൃത്യം ക്രൈം ചെയ്തു, പക്ഷേ അത് പുറത്താരും അറിഞ്ഞില്ല. പിന്നീട് ഞാൻ വേറൊരു കുറ്റത്തിന് ജയിലിലാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ചെയ്ത ആ കുറ്റം വെളിയിൽ അറിയുന്നത്. അപ്പോൾ ഞാൻ ജയിലിലാണ്. അപ്പോൾ എനിക്ക് ശിക്ഷ കിട്ടുമോ, അതിനെപ്പറ്റി എന്താണ് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയുടെ വീട്ടിലൊരു ബോംബ് പൊട്ടും, ഞാനൊരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവൻ അവിടെ നിന്ന് പൊലിയും എന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തോ ഒരു സുസ്മിത ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അന്നേരം ഞാൻ ആലങ്കൃതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചിറ്റപ്പൻ അറിയണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് ഇവിടെ നിനക്കൊരു കുറവും സംഭവിക്കില്ല, പോലീസ് സൂപ്രണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തെറ്റുകാരിയാണ് എന്നറിഞ്ഞപ്പോൾ സത്യഭാമ സർവായുധങ്ങൾ ഇവിടുത്തെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ സുസ്മിത പറയുകയാണ്. എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ല എന്നും പറഞ്ഞു, ജയിലിൽ സുഖസൗകര്യം കിട്ടും എന്നതിനെക്കുറിച്ച്. അന്നേരം പിന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചാലും അവരിവിടെ വന്ന് നോക്കാനൊന്നും പോകുന്നില്ലല്ലോ, അതിന് മുകളിൽ ഉദ്യോഗസ്ഥരുണ്ട്, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്, എല്ലാം നോക്കിയും കണ്ട് നീ അങ്ങ് നിന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയെ വരെ നീ മെരുക്കി ഫൂളാക്കിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇതാണ് ഞാനിവിടെ ജീവിക്കാൻ പോകുന്ന കൊട്ടാരമല്ലേ, സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ, കൊള്ളാം, എനിക്ക് പിന്നെ സെല്ലിൽ കയറാനായിട്ട് ധൃതിയായി, വാ ചിറ്റപ്പാന്ന് പറഞ്ഞ് സുസ്മിത വിളിക്കുകയാണ്. അന്നേരം ഇവൾക്കെന്താ വട്ടായോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചിന്തിക്കുകയാണ്. അന്നേരം എന്തോ പിന്നെ ശാരദാമ്മയുടെ കാര്യം കൂടി ഒന്ന് ചിറ്റപ്പൻ ശ്രദ്ധിക്കണമെന്നും സുസ്മിത പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് ചന്ദ്രബോസ് സുസ്മിതയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. തുടർന്ന് സുസ്മിത തന്നെ ചന്ദ്രബോസിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ജയിലിനകത്തേക്ക് കയറുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഹോട്ടൽ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ് രാജി. ഇതേസമയം പുറത്തു പോയ ശാരദാമ്മ തിരികെ വരുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ ഹോട്ടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം രാജി അകത്തുനിന്നും ശാരദാമ്മയെന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം രാജി ശാരിക എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മാർക്കറ്റിൽ പോയതാണ്, ഇപ്പോൾ തിരക്ക് കുറവാണ്, ചീഞ്ഞ ഉള്ളിയും സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് അവർ കൊടുക്കും എന്ന് പറഞ്ഞ് രാജി സങ്കടം പറയുകയാണ്. അന്നേരം അവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റമില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് തങ്കപ്പെട്ട സ്വഭാവമല്ലേ എന്നാൽ ഇപ്പോഴല്ലേ മാറ്റം വന്നതെന്നും പറഞ്ഞ് രാജി പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ കയ്യിൽ ഒരു വയനയില കവറിൽ ഇരിക്കുന്നുണ്ട്, കവർ നിറച്ച്. അന്നേരം ഇതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി, അവിടെ ഇത് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, നമുക്കിവിടെ പരീക്ഷിക്കാമെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രാജിക്ക് വളരെ വിഷമമാവുകയാണ്. ശാരദാമ്മ വേറൊരു ഹോട്ടലിൽ ജോലിക്ക് കയറിയോ, അത് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ, ഞാൻ മുതലാളിയായിട്ടൊന്നും ഇരുന്നില്ലല്ലോ, പിന്നെ അതിൽ വലിയ പുതുമയൊന്നും വേണ്ട, മുതലാളിയുടെ പദവിയൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞാനും ആവുന്ന കൊണ്ടത്തെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നാലും ശാരദാമ്മ ജോലിക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ രാജിക്ക് വളരെ വിഷമമാണ്. ഇത് ആ കവർ അങ്ങ് അകത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരികയാണ്. അതവിടെ ഉണ്ടാക്കി പരീക്ഷിക്കുക എന്നുള്ള രീതിയാണ് ശാരദാമ്മ നിൽക്കുന്നത്. ഇതേസമയം രാഘവൻ നായരുടെ വീട്ടിൽ പാറക്കുട്ടിയാണെങ്കിൽ ആകെ കരച്ചിലാണ്, പൊന്നി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താണെന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, പാല് കുടിക്കുന്നില്ല, തട്ടി മാറ്റുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം അമ്മയെ കാണാഞ്ഞിട്ടാവും, അവരിപ്പോൾ വരും, നീ റൂമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പൊന്നി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും ഒക്കെ എത്തുകയാണ്. കാറിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു 4 പേര് ഇറങ്ങുന്നത്. 4 പേരും കൂടി മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായർ കാണുകയാണ്. മക്കളെ കയറി വാടാന്നൊക്കെ സന്തോഷത്തോടെ വിളിക്കുമ്പോൾ അവരെല്ലാവരും കൂടി കയറി വരികയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഓടി വന്ന് ഇങ്ങനെ രാഘവൻ നായരുടെ കൈ ഇങ്ങനെ അടിക്കുകയാണ്, എന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അർജുനും ഇങ്ങനെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മൾ സാധിച്ചെടുത്തല്ലേ, അരിക്കൊമ്പൻ തണ്ണീർക്കൊമ്പൻ എന്തൊക്കെയായിരുന്നു, എല്ലാ ദുഷ്ടത്തികൾക്കും ഒരു ദിവസം വരും, ഇനി എനിക്കും എൻ്റെ മക്കളോടൊപ്പം സുഖമായിട്ട് ഇവിടെ താമസിക്കാം, ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആകെ അങ്ങ് സന്തോഷത്തിലാണ്. എല്ലാവരും അതേ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ മുഖം അങ്ങ് മാറുകയാണ്.
ഇതേസമയം സത്യഭാമയാണെങ്കിൽ പൂജാമുറിയിൽ അങ്ങ് പ്രാർത്ഥനയിലാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്. സുസ്മിതയെ വിശ്വസിച്ചതിനും ഒക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട്. മകളേക്കാൾ കൂടുതൽ ഞാൻ അവളെ വിശ്വസിച്ചു, പക്ഷെ അവൾ എന്നെ ചതിച്ചു. അവൾ ഏറ്റവും കൂടുതൽ ചതിച്ചത് വിഷ്ണുവിനെയോ ശാലിനിയോ രോഹിത്തിനെയോ പ്രീതിയോ ഒന്നുമല്ല, ഈ ഭാമയെ തന്നെയാണ് ചതിച്ചത്. ഇവിടെ നാടിന് ന്യായാധിപയായിട്ട് നിൽക്കാൻ ഈ സത്യഭാമയ്ക്ക് ഇനി ഒരു അവകാശവുമില്ല. മരണം തന്നെയാണ് വിധി തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നൊക്കെ തൊഴുതിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും അർജുനും പ്രീതിയും കൂടി അവിടെ സത്യഭാമയുടെ പുറകിലായിട്ട് പൂജാമുറിയുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അവരെല്ലാം കേൾക്കുകയാണ്. പക്ഷെ ഭാമ അവരെ കാണുന്നില്ല. തുടർന്നും ഭാമയങ്ങ് പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങൾ പോലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. 4 ചുവരുകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ, മക്കളുടെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ നാടിന് അധിപയാവും, എങ്ങനെ വിധി തീർപ്പ് കൽപ്പിക്കും? ഈ ചെങ്കോലും കിരീടവും ഒക്കെ ഞാൻ ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. നല്ലൊരു അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി, ഭാര്യയായി ഒക്കെ ഞാൻ ഇനി ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ എല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനങ്ങ് സങ്കടം വരുന്നുണ്ട്. വിഷ്ണുവിനും രാഘവൻ നായർക്കും ശാലിനിക്കും എല്ലാവർക്കും സങ്കടം തോന്നുകയാണ്. സത്യഭാമ ഇങ്ങനെ കരഞ്ഞൊക്കെ പറയുന്നതിന്, ഇനി ഒരു തീർപ്പ് കൽപ്പിക്കിനും വിധിന്യായത്തിനും ഒന്നിനും ഭാമ നിൽക്കില്ല എന്നതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, തുടർന്ന് എല്ലാം പറഞ്ഞിങ്ങനെ കരഞ്ഞു തൊഴുത് ഭാമ ഇങ്ങനെ തിരിയുമ്പോൾ എല്ലാവരെയും കാണുകയാണ്. വിഷ്ണുവിൻ്റെ മുഖത്തേക്കാണ് പക്ഷേ ഭാമ അന്നേരം ആദ്യം നോക്കുന്നത്. തുടർന്ന് എല്ലാവരെയും അങ്ങ് കാണുമ്പോൾ ഭാമ പെട്ടെന്നങ്ങ് തിരിഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരമായോ നിങ്ങൾ വന്നിട്ടാന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്നങ്ങ് ഇല്ല, നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ എന്നങ്ങ് പെട്ടെന്ന് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ പൂജാമുറിയിലെ തട്ടത്തിലിരിക്കുന്ന മാല, വിഷ്ണുവിൻ്റെ മാല ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ നിവർത്തി വിഷ്ണുവിൻ്റെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അന്നേരം വിഷ്ണു ആ മാല ഊരി വെച്ച ആ സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്നേരം അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ തല കുനിക്കിടാന്ന് പറയുകയാണ്. തോന്നുന്നു വിഷ്ണുവിനെ നോക്കുമ്പോൾ കുനിക്കിടാന്ന് പറയുന്നുണ്ട്. അതൊന്ന് വിഷ്ണു അങ്ങ് സങ്കടമൊക്കെ വരികയാണ്, കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ തല കുനിക്കുമ്പോൾ സത്യഭാമ മാല വിഷ്ണുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടും വിഷ്ണു ഇങ്ങനെ കരഞ്ഞ കണ്ണുകളുമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വെറുതെ കവിളിൽ ഇങ്ങനെ തോണ്ടിയിട്ട് പറയുകയാണ്, മാല ഇടാനായിട്ടാണെങ്കിലും നീ എൻ്റെ മുമ്പിൽ തല കുനിച്ചല്ലോ എന്ന്. അന്നേരം അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്തതെന്ന് പറയുമ്പോൾ, സൈക്കിൾ റേസ് അടക്കം എല്ലാത്തിലും നീ ജയിച്ചപ്പോൾ ഞാൻ പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിൽ ഞാൻ സന്തോഷിക്കുകയായിരുന്നു. മക്കൾ ജയിക്കുന്നതിനപ്പുറം അമ്മമാർക്ക് എന്ത് സന്തോഷമാടാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അർജുനും പ്രീതിക്കും രാഘവൻ നായർ ആ കാഴ്ച കണ്ടങ്ങ് മതി മറഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ്. ശാലിനിയും അതേപോലെ തന്നെ. തുടർന്ന് പിറകിൽ നിൽക്കുന്ന ശാലിനിയെ ഭാമ വിളിക്കുകയാണ് ഇങ്ങ് അടുത്ത് വരാനായിട്ട്. തുടർന്ന് ശാലിനിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, നീ ഭാഗ്യവതിയാണ് മോളെ, ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ നിനക്ക് കിട്ടിയല്ലോ. അമ്മ എന്ന് നെഞ്ചിൽ പച്ച കുത്തി നടന്നിട്ടും ഭാര്യയെ ഇറക്കി വിട്ടപ്പോഴും ഭാര്യയെ തള്ളിക്കളയാനായിട്ട് അവൻ തയ്യാറായില്ല. അമ്മയ്ക്ക് തെറ്റിയാൽ അത് തിരുത്തണം എന്ന് അങ്ങനെ തന്നെയാണ്, തിരുത്തുക തന്നെ വേണം. കാലം അത് തെളിയിച്ചു, ഇവനാൽ തെളിയിച്ചു എന്നിങ്ങനെ ഭാമ വിഷ്ണുവിനെ നോക്കി പറയുമ്പോൾ അതൊരു സങ്കട സീനാണെങ്കിലും എല്ലാവർക്കും അതൊരു സന്തോഷം തരുന്ന സംസാരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബാക്കി നാളെ. താങ്ക് യു.